തീറ്റയ്ക്ക് കണക്ക് പറയുന്നോ? ഒരു നിമിഷം ഞാൻ ഇനി ഈ കുടുംബത്തിൽ നിൽക്കത്തില്ല. ആ മനുഷ്യരെവിടെ? വാ. എന്നാ ചോറായോ? ചോറ് ഇങ്ങോട്ട് വേണം. ഞാനേ ഇനി പഠിക്കാതെ ഞാൻ ചവിട്ടുകയല്ല. ആഹാ, തീറ്റയ്ക്ക് കണക്ക് പറയുന്നു. വരത്തില്ല, എന്റെ ഇവനെ അന്വേഷിക്കുക പോലും വേണ്ട. വാ ഇവിടെ. അന്ന് അവൾ എൻ്റെ കൊച്ചിനെ ഇട്ട തുണിയാലെ ഇവിടുന്ന് പിടിച്ചു വലിച്ചോണ്ട് പോയതല്ലേ. അവൻ എത്ര പ്രാവശ്യം ഇവിടെ വന്നു അവളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ ഞാൻ ആ സ്ഥലം എഴുതി കൊടുത്തത്. അവരെന്നിട്ട് അവിടെ വീടും വെച്ചു. വല്ലപ്പോഴെങ്കിലും അവൻ ഇവിടെ വന്ന് എന്നെ ഒന്ന് കണ്ടൂടെ? അതിന് ചേട്ടായി വന്ന് കാണുന്നുണ്ടല്ലോ. വരുമ്പോ അമ്മയുടെ കയ്യിൽ ഓരോ വള വെച്ച് കാണാതെ പോകുന്നുണ്ട്. ഞങ്ങൾ അമ്മയും മക്കളും തമ്മിലോട്ട് അവിടെ, അതിനകത്ത് നീ ഇടപെടണ്ട. ഓ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ അമ്മയും മക്കളും എന്ത് വേണേലും അയക്കോ. പൈൽസ് ഉള്ള ചേച്ചിയോട് ചിക്കൻ കറി കൂട്ടരുതെന്ന് അമ്മ പറഞ്ഞാണോ ഇത്ര വലിയ തെറ്റ്? അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാൻ നോക്കി ഇരിക്കുവായിരുന്നു ചേച്ചി. അമ്മയുടെ കാലശേഷം കുറച്ച് സ്ഥലം കിട്ടിയിട്ട് എന്നാ കാര്യം ഇരിക്കണേ? പ്രായമായി കഴിഞ്ഞ് നമ്മുടെ കുഴിയിലോട്ട് കാലം നീട്ടിട്ട് കുറച്ച് സ്ഥലം കിട്ടിയിട്ട് എന്നാ പ്രയോജനം? അത് നീ ഇപ്പൊ വീട് പടി അടുത്തില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങ് പോകുന്നത്? അതെ, ഞാൻ എന്തായാലും നിങ്ങളുടെ കുടുംബത്തിന്റെ പടി ഞാൻ ചവിട്ടുകയില്ല, അത് ഉറപ്പ് തന്നെയാ. പക്ഷെ നമുക്ക് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. 2 ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ, എന്നിട്ട് നയത്തിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ശരി എന്നാ വാ അമ്മേ. അയ്യോ, ഞാൻ പുറകിലിരുന്നു. അയ്യോ അമ്മ ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കണ്ട അല്ലേ ഏട്ടായി? അടക്കട്ടെ അമ്മേ. കൈ മാറ്റിക്കോ അമ്മേ, അടക്കി വേണേ. ഇവളെപ്പോഴും പറയും അമ്മയും കൊണ്ട് ഈ പള്ളിയിലേക്ക് വരണമെന്ന്. അപ്പൊ നമ്മളെ ആ വീട് പെട്ടെന്ന് അങ്ങ് എടുപിടിന്ന് അങ്ങ് മേടിച്ചതുകൊണ്ടേ ചുറ്റുവട്ടത്തൊന്നും ഒരു സ്ഥലമൊന്നും ഇല്ല, ഒന്ന് വേസ്റ്റ് കളയാൻ പോലും. അപ്പൊ ജോൺസൺ ചേട്ടനെ പെങ്കൊച്ചിനെ കെട്ടിക്കാൻ വേണ്ടിട്ടേ ആ സ്ഥലം വിൽക്കാനിട്ടിരിക്കുക അവരുടെ. അപ്പൊ നമുക്കതങ്ങ് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങക്ക് വീതം തരാന്ന് പറഞ്ഞ സ്ഥലം അമ്മ തരുമായിരുന്നെങ്കിൽ അതങ്ങ് മേടിക്കായിരുന്നു. നോക്കാം. അച്ഛാ, അമ്മയെ വന്ന് സ്നേഹത്തോടെ വിളിച്ചോണ്ട് പോയ എന്തിനാന്നറിയാവോ? അടുത്ത സ്ഥലം എഴുതി മേടിക്കാനായിട്ടാ. എടി നീ ചുമ്മാ അറിയാൻ മേലാതായിരുന്നു, ചുമ്മാ ഡയലോഗ് അടിച്ചോണ്ടിരിക്കാതെ. എന്നാ നിങ്ങളിവിടെ ചൊറിഞ്ഞോണ്ട് നിന്നോ. ഈ വീട് സ്ഥലം കൂടെ പോയി കഴിയുമ്പോ പഠിച്ചോളൂ. ഞാനേ ഇനി പഠിക്കാതെ ഞാൻ ചവിട്ടുകയല്ല. നമുക്കെന്തായാലും വളരെ സന്തോഷമായി നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഏട്ടായി. നീ നെല്ലിമര ഓർക്കുന്നുണ്ടോടാ? പണ്ട് ഇവത്തേന്ന് വടി വെട്ടിയായിരുന്നു അപ്പച്ചൻ ഇതിനെ തല്ലാൻ പിടിക്കുന്നത്. ഞാനപ്പോൾ കയറി തടയുമായിരുന്നു. അങ്ങനെ ഒരുപാട് തല്ല് ഞാൻ കൊണ്ടിട്ടുണ്ട്. പഴയ ഓർമ്മകളൊക്കെ എന്ത് രസമായിരുന്നല്ലടാ. അതെ, അപ്പച്ചനും അമ്മച്ചയും പുറത്ത് പോകുമ്പോൾ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നീ കരയോന്ന് എനിക്ക് പേടിയായിരുന്നു. എൻ്റെ നെഞ്ചിത്തത്തൊരു പിടപ്പാ. ഈ കാറിൻ്റെ EMI അടയ്ക്കാണ്ടൊരു എനിക്കൊരു 35,000 രൂപ വേണമായിരുന്നു. ചേട്ടായി അതിന് മാത്രം പൈസ ഒന്നും എൻ്റെ ഇല്ല. നീ അവിടെ നിന്ന് മറച്ച് തന്നാൽ മതി, കുഴപ്പമില്ല. അത് കഴിഞ്ഞ മുമ്പത്തെ തവണ മേടിച്ച പൈസയും ചേട്ടായി ഞാൻ അത് തരാത്തോണ്ട്. അല്ല, ഞാൻ ഇതുകൂടെ ഒരുമിച്ച് തരാടാ. അത് അമ്മയ്ക്ക് ഇതുപോലെ ഒത്തിരി വള ഉണ്ടായിരുന്നല്ലേ അമ്മച്ചി? അതൊക്കെ ഒരു കാലം. 1-2 പ്രാവശ്യമൊക്കെ EMI ബൗൺസ് ആയതല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ഉള്ളൊരു വണ്ടി ആയിരുന്നെങ്കിൽ. കഴിഞ്ഞ മാസം അവൾ ആശുപത്രിയിലല്ലേ, അല്ലാതെ എൻ്റെ പൈസ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസത്തേക്ക് എനിക്ക് റെഡിയാക്കാൻ ഉള്ളതേ ഉള്ളൂ. അനിയേ, ചായക്ക് അധികം മധുരം ഇടല്ലേ ചേട്ടായിക്ക്. അതിന് ചേച്ചിക്കല്ലേ ഷുഗർ, ചേട്ടായിക്കല്ലല്ലോ. ഞങ്ങൾ രണ്ടും കൂടിയാ ഡയറ്റ് എടുക്കുന്നേ. ചേട്ടായിയുടെ എത്ര കാലമായി പറഞ്ഞു ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാനായിട്ട്? അതാകുമ്പോ വീട്ടുകാർക്കെല്ലാം പ്രയോജനമല്ലേ ചേച്ചി. ഹെൽത്തിൻ്റെ കൂടെ തന്നെ ടേം ഇൻഷുറൻസും എടുക്കാം. എടാ, ഹെൽത്ത് ഇൻഷുറൻസ് ഓക്കെ, നമ്മളെന്തിനാ ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്നത്? മനുഷ്യരുടെ കാര്യമല്ലേ കൊച്ചേ, എപ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഒരെണ്ണം അങ്ങ് എടുത്തു വയ്ക്കും കൊച്ചേ. ഈ 2 ഇൻഷുറൻസ് കൂടെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ചിലവല്ലേ? ഇല്ല ചേച്ചി, മാസം 400-500 തുടങ്ങുന്ന പ്ലാനുകളുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് 25% വരെ ഡിസ്കൗണ്ട് ലഭിക്കും.
പിന്നെ ടേം ഇൻഷുറൻസ് ആണെങ്കിൽ 15% വരെ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിന് 1 കോടി വരെ കവറേജ് ഉള്ളതും ടേം ഇൻഷുറൻസിന് 2 കോടി വരെ കിട്ടുന്നതൊക്കെ എടുത്തു വെക്കാം. അപ്പോൾ ഇൻഷുറൻസ് ഒക്കെ എവിടെ നിന്ന് എടുക്കുക? ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇന്ത്യയിലെ ഒട്ടുമിക്ക ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇവ തമ്മിൽ കമ്പയർ ചെയ്ത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെസ്റ്റ് ഹെൽത്ത് ടേം ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ ഓപ്ഷനും ഉണ്ട്. എടാ ഞാനേ ആ പറഞ്ഞ പൈസയുടെ കാര്യം മറക്കണ്ട കേട്ടോ. ആ ഇനി പോവാം. കുറെ നാൾ കൂടി ചേട്ടനും ചേച്ചിയും കൂടെ വന്ന് പൈസ വയ്ക്കാനായിരുന്നല്ലേ? അവർക്ക് എന്നാ ഉണ്ടായിട്ടാ? അവർക്ക് വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് എന്നാ ഉണ്ട്? എൻ്റെ കൂടപ്പുറപ്പിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കും. ആ നിങ്ങൾ കൊടുക്ക്. ഈ വീട് സ്ഥലം കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചോളൂ. എന്നാ മോളെ അവിടെ ഒരൊച്ച? അമ്മ ദോശ വേണോ ഇഡലി വേണോ എന്ന് ചോദിച്ചാ അമ്മ തരുന്നുണ്ട് ദോശ. ചേട്ടാ ഞാൻ ഓഫീസിൽ നിന്ന് മറിച്ച പൈസ എടുത്ത ചേട്ടായിക്കാണ്. അത് തിരിച്ചു കൊടുത്തില്ലേ വലിയ പെനക്കേടാവത്. ഛേ എടാ ഞാനതുണ്ടല്ലോ, ഞാനത് ഗൂഗിൾ പേ നിനക്ക് അയച്ചതാ. പക്ഷെ ആ പിൻ നമ്പർ അങ്ങ് മാറിപ്പോയി. അതാണ് ഇനിയിപ്പോൾ 24 മണിക്കൂർ ഒന്ന് കഴിയണം. നീ 24 മണിക്കൂർ ഒന്ന് കഴിയട്ടെ. അതൊന്ന് നീ നോക്ക് കേട്ടോ. അത് ശരിയാകും കേട്ടോ. ഇത് കണ്ടോ, ഇത് ഉണ്ടോ, ഇത് ശരിയാകുന്നില്ല. അത് പോയി കിടക്കുക. എന്നാൽ നമുക്ക് ബാങ്കിലോട്ട് പോകാം, നമുക്ക് എഴുതിയെടുക്കാമല്ലോ. അത് പിന്നെ എടാ ചെക്ക് ബുക്കൊക്കെ തീർന്നു. ഞാൻ ആ മറ്റേ സ്ഥലത്തിൻ്റെ ഇതൊക്കെ വന്നപ്പോഴേക്കും മൊത്തത്തിൽ എഴുതി കൊടുത്തത് തീർന്നത്. എടാ സിജ, നിങ്ങളുടെ ആരാ ഇവൻ? അതിനെ നീ അങ്ങനെ ചോദിച്ചേ? നിങ്ങളുടെ ആരാ ഇവൻ എന്ന് പറഞ്ഞു എന്നോട്. അനിയൻ. ആ എന്നാ ചേട്ടന് ആരോടും എടാ മനസ്സ് തുറന്ന് സംസാരിക്കുകയില്ല. ഞാനിപ്പോൾ എന്തോ ചെയ്യാനായിട്ട്? ഇവിടെ ഗ്യാസ് ഇന്നോ നാളെയോ എന്നും പറഞ്ഞ് തീരാനിരിക്കുക. ഈ വീട്ടിലെ കറണ്ട് കാശ് അടച്ചിട്ടില്ലടാ. എപ്പോഴാണ് KSEBക്കാർ വന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് പോകാമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ അവനും അറിയണം. അല്ല നിങ്ങളിങ്ങനെ മനസ്സ് വെച്ചോണ്ടിരുന്ന എത്ര നാൾ വെച്ച് ഇങ്ങനെ ഇരിക്കുക? ഇനിയിപ്പോൾ നിന്റെ ജോലിക്ക് ഒരു തടസ്സം വരണ്ട. നീ ഇത് കൊണ്ടുപോ. വേണ്ട ചേച്ചി, മലനേട് എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ കെട്ടുതലയാണ് പിടിക്കുന്നത്. ഞാനത് നിങ്ങൾ പൈസ ആകുമ്പോഴത്തേക്കൊന്ന് വിളിച്ചാൽ മതി. ഞാൻ എങ്ങനെയും ഇറങ്ങിയിട്ട് വിളിച്ചാൽ ഞാൻ വന്നോളാം. ഓക്കെ, ഉണ്ടാക്കിയിട്ടെ ഞാൻ സെറ്റ് ചെയ്തോളാം. ഓക്കെ. അമ്മ അവരുടെ കാര്യം വലിയ കഷ്ടത്തില്ല. ഞാൻ പൈസ ഓടിച്ചാൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഗ്യാസ് തീർന്ന്, കറണ്ട് ചാർജ് അടയ്ക്കാഞ്ഞിട്ട് ഫ്യൂസ് ഊരാൻ ആൾ വരുന്നെന്ന് പറയുന്നത്. അവസാനം ചേച്ചി കെട്ടുതാലി ഊരി എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാൻ വേണമെന്ന് പറഞ്ഞു പോകുന്നു. ആ ബെസ്റ്റ്. അവള് നിന്നെ നല്ല പോലെ പറ്റിച്ചതാ. ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ഓരോ മാസം ചെലവിന് ചോദിക്കുമ്പോഴും ഇവളീ കെട്ടുതാലിയൂരിലായിരുന്നു പരിപാടി. നിന്നെ അവള് ശരിക്ക് പറ്റിച്ചു. ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങനോട് പറഞ്ഞാന്നറിയോ? എനിക്ക് കേൾക്കത്തില്ല. ആ ജോസിനെ വിളിച്ച് ആ കളയെല്ലാം വൃത്തിയാക്കാൻ പറ. ചേട്ടാ ഇനിയെങ്കിലും എനിക്ക് പൈസ താ. കഴിഞ്ഞ തവണ നിങ്ങൾ ജ്വല്ലറി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാ. അയ്യോ ജൂവലറി പോയത് എന്നാത്തിനാണെന്നറിയാവോ? ഈ സ്വർണ്ണമൊക്കെ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റി എടുക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാ. മേടിക്കാൻ ഞങ്ങളുടെ എവിടുന്ന ഇപ്പൊ പൈസ കിട്ടണം, എനിക്ക് പൈസ കിട്ടണം. അതല്ല എൻ്റെ ജോലിയെ ബാധിക്കും. അവന്റെ ജോലിയെ ബാധിക്കുന്നൊന്നും നമുക്ക് ചെയ്യണ്ട. എന്നാ മാല കൊണ്ടൊക്കോ. അതെന്താ ചേച്ചി ഊരാൻ പറ്റുന്നില്ലേ? പൊന്നെ പൊടിയെന്നും പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്നതല്ലേ ഇവനെയൊക്കെ. എടാ എന്റെ മിന്നെ ചോദിക്കാന്ന് പറഞ്ഞാ ഇങ്ങനെ ചാവുന്നതിന് തുല്യമാ. അങ്ങനെ ചാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ തരത്തില്ല എന്റെ മിന്ന. പോയില്ലേ? അയ്യോ ഇവിടെ കിടന്ന മനതില്ലാതെ എഴുന്നേറ്റ് പോടൂ. എനിക്ക് തൻ്റെ പൈസയും വേണ്ട, ഒന്നും വേണ്ട. അവൻ പോയി. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്കും കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനുമായിട്ട് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുത്തു വെക്കുന്നത് അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്ത ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. വരുമ്പോ അമ്മയുടെ കയ്യിൽ ഓരോ വള വെച്ച് കുറയുന്നില്ലേ? ഞാൻ അവിടെ നിന്നാ പോരെ? എന്നെ ഒന്ന് കൊണ്ട് കണ്ടൂടെ? എന്നാ ചേട്ടായി വരുന്നുണ്ടല്ലോ. ചേട്ടായി വെച്ച് കാണാതെ പോകുന്നുണ്ട്. ഞാനിനി പറയത്തില്ല. പൈൽസുള്ള ചേച്ചിയോട് ചിക്കൻ കറി കൂട്ടരുന്ന അമ്മയും മക്കളും എന്ത് വേണേലും അയക്കോ? അയക്കും.
ടൈൽസ് ഉള്ള ചേച്ചി ചെറിയ പൈസയുടെ പ്രശ്നങ്ങളാണ്. എൻ്റെ ചിക്കൻ കറി കുറച്ച് കൂട്ടാൻ പറഞ്ഞു. ഒരു കാരണമായി അവർ ഇരുന്നും പറ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഡിസ്ക്രിപ്ഷൻ പൈസ എടുത്തിട്ട് കട്ടാക്കി വാങ്ങിക്കോ. കഴിഞ്ഞ തവണ നിങ്ങൾ ജ്വല്ലറിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടതാ ഇറങ്ങി വരുന്നതൊക്കെ. കേറി ഇറങ്ങി കുറവിട്ടുന്നേട്ടാ കാറുണ്ട്. ചോദിക്കേണ്ട താമസം എടുത്തു. അതൊക്കെ സാധനമായിരുന്നു. അതൊക്കെ ആയിരുന്നു.